വികസനത്തിന്റെ വസന്തകാലം തീർത്ത ഇടതുപക്ഷ പ്രസ്ഥാനം. അങ്ങനെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഹൃദയപക്ഷമായി മാറിയത്. പ്രിയപ്പെട്ടവരെ, വികസനം എന്ന് പറഞ്ഞാൽ പുസ്തകത്താളുകളിലെ വാക്കെഴുത്തുകളല്ല, മറിച്ച് നാടിന്റെ മനസ്സ് കൊട്ടറിയണം. നാടിന്റെ മനസ്സ് കൊട്ടറിഞ്ഞ് ജനപക്ഷം വികസനത്തിന്റെ വികസനനായകൻ ശ്രീ KC മൊയ്തീന്റെ നേതൃത്വമികമോടെ കേച്ചേരി-ഏറ്റിക്കാവ് ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നു. നാളെ വൈകിട്ട് 5 മണിക്ക് ആരാധനായ കുന്നംകുളത്തിന് MLA KC മൊയ്തീന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസ് കേച്ചേരി-ഏറ്റിക്കാവ് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുന്നു. നാടിന്റെ മനസ്സ് കൊട്ടറിഞ്ഞ് വികസന പ്രവർത്തനങ്ങൾ. വികസനം എന്ന് പറഞ്ഞാൽ പുസ്തകത്താളുകളിലെ വാക്കെഴുത്തുകളല്ല, മറിച്ച് നാടിന്റെയും നാട്ടറിവിന്റെയും വഴികളിലൂടെ കടന്ന് വികസനത്തിന്റെ വസന്തകാലം തീർത്ത ഇടതുപക്ഷ പ്രസ്ഥാനം. അങ്ങനെ 1000 നാമുള്ള അനന്തന് 1000 സംവത്സരം പറഞ്ഞാലും തീരാത്ത വികസന പ്രവർത്തനങ്ങൾ കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയ അറിഞ്ഞറിയില്ലേ
ഉദ്ഘാടനം ചെയ്തു. ഈ ഗതാഗത സൗകര്യം കേരളത്തിലെ വികസന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കറിയുന്ന പോലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത പുതിയ മാറ്റങ്ങളാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് നടന്നത് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണത്. KRFB നടത്തുന്ന KSDP നടത്തുന്ന മറ്റൊരു റോഡ്, അപ്പുറത്ത് പാറമക്കാവ് മുതൽ കല്ലുംപുറം വരെയുള്ള റോഡിൻ്റെ പണി അതിവേഗത്തിൽ നടക്കുക. ജർമ്മൻ ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ആ പണി നടക്കുന്നത്. അല്പകാലം ചില പ്രയാസങ്ങൾ നമുക്കുണ്ടായി, മഴയും കാലാവസ്ഥയുടെ പ്രശ്നങ്ങളും ഒക്കെയായി. പക്ഷേ അതിൻ്റെ കരാറുകാരൻ EKK എന്ന് പറയുന്ന കമ്പനി കരാറെടുത്ത് മഴയില്ലാത്ത എല്ലാ ദിവസങ്ങളിലും അതിൻ്റെ പണി ഇപ്പോൾ തൃശ്ശൂർ മുതൽ ഇതുവരെ വലിയ പ്രശ്നങ്ങളില്ലാതെ ആ റോഡിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴ ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ നവംബർ മാസം 30-ാം തീയതിയോടുകൂടി തൃശ്ശൂർ കുന്നംകുളം റോഡിൻ്റെ പൂർണ്ണതോതിലുള്ള പണി നിർവഹിച്ച് അത് രാജ്യത്തിന് സമർപ്പിക്കും എന്ന് ഞാൻ. എന്നാൽ പെട്ടെന്ന് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വരേണ്ടി വന്നു. ആ സാഹചര്യത്തിലാണ് ഈ നിലയിൽ ഓൺലൈനായി ഈ പരിപാടിയുടെ ഭാഗമാകുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ AC മൊയ്തീൻ MLA ഈ നാടിൻ്റെ സന്തോഷത്തിൽ നേരിട്ട് പങ്കുചേരാൻ ക്ഷണിച്ചതാണ്. ഏറെക്കാലമായി നാട് ആഗ്രഹിക്കുന്ന പദ്ധതിയാണ് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് പൂർത്തീകരണം. ഒട്ടനവധി തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായി. ശ്രീ AC മൊയ്തീൻ ഓരോ ഘട്ടത്തിലും അവ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിമാറ്റി ഇത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. തൃശ്ശൂർ കുറ്റിപ്പുറം പാതയിലെ പ്രധാന ബൈപ്പാസായി മാറിയ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് മലബാറിലേക്കുള്ള ദീർഘദൂര യാത്രക്കാർക്കുൾപ്പെടെ ഗുണകരമായ പദ്ധതി. 54,61 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. ഭൂമി മുൻകൂറായി ജനങ്ങൾ വിട്ടുതന്നതിനെ തുടർന്ന് ഈ പദ്ധതി പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിച്ചു. അവരോടെല്ലാമുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയ റോഡാണിത്. ജിയോ ടെക്സ്റ്റൈൽസ്, ജിയോ സെൽ സാങ്കേതിക വിദ്യയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. വയൽ പ്രദേശങ്ങളിൽ റോഡിന് കൂടുതൽ ഈട് ലഭിക്കുവാൻ ഇത് സഹായകരമാകും. കേരളം പശ്ചാത്തല വികസനത്തിൻ്റെ ഹബ്ബായി മാറുകയാണ്. റോഡ് നിർമ്മാണ മേഖലയിൽ വൻ മുന്നേറ്റം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ സർക്കാർ കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ 35,000 കോടി രൂപയാണ് റോഡ് വികസന പദ്ധതികൾക്ക് വേണ്ടി മാത്രം അനുവദിച്ചിട്ടുള്ളത്. 8,200 കിലോമീറ്റർ റോഡ് നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഭാഗമായി നവീകരിക്കപ്പെട്ടു. ഇത് വലിയ റെക്കോർഡാണ്. 5 വർഷം കൊണ്ട് പകുതി റോഡുകൾ BMNBC നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നായിരുന്നു ജനങ്ങളോട് പറഞ്ഞത്. ആകെ 29,573 കിലോമീറ്ററിൽ 17,749 കിലോമീറ്റർ PWD റോഡുകൾ BMNBC നിലവാരത്തിൽ ഉയർത്തിക്കഴിഞ്ഞു. 50% എന്നുള്ള ലക്ഷ്യം 4 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി. വലിയ മാറ്റമാണ് ഈ 9 വർഷത്തിനിടയിൽ പശ്ചാത്തല വികസന മേഖലയിൽ കേരളത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. തടസ്സമില്ലാത്ത റോഡ് ശൃംഖല സാധ്യമാക്കുന്നതിന് ബൈപ്പാസുകൾ ഉൾപ്പെടെ വ്യാപകമാക്കുന്നതിന് തീരുമാനിച്ചു. അതോടൊപ്പം ഡിസൈൻ റോഡുകൾ കേരളത്തിൽ സാധ്യമാക്കുകയാണ്. അതിന് നവീന സാങ്കേതിക വിദ്യ കൂടി വ്യാപകമാക്കും. കേരളത്തിലെ പൊതുവികസനത്തിനൊപ്പമാണ് കുന്നംകുളം നിയോജക മണ്ഡലം. അത്രയേറെ പദ്ധതികൾ നടപ്പിലാക്കുന്നു ഈ നിയോജക മണ്ഡലത്തിൽ. അതിന് നേതൃത്വം നൽകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ AC മൊയ്തീന് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുകയാണ്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യം. ശിലാഫലകം അനാച്ഛാദനം ചെയ്തതിനു വേണ്ടി ആദരവോടെ AC മൊയ്തീൻ MLA അവർ, മുരളി പെരുന്നെല്ലി തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ ആദരവോടെ ക്ഷണിക്കുന്നു. ഹലോ
ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇവിടുത്തെ സഖാക്കളായ 2-3 പേര് വന്ന് ഞങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങൾ ആരാണ് കോൺഗ്രസ്സുകാർക്ക് എന്താണ് ഇവിടെ പണി എന്ന് ചോദിച്ചാണ് ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചതും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും. എന്റെ സഹപ്രവർത്തകനായ മണ്ഡലം വൈസ് പ്രസിഡന്റായ റഫീഖ് അയിൻകുന്നിനെയും എന്നെയും അവർ മർദ്ദിക്കാനും കയ്യേറ്റം ചെയ്യാനാണ് ശ്രമിച്ചത്. അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ നാട്ടിലെ ഇത്രയും 10-270 പേരെ അവരുടെ ഭൂമി എടുത്തെടുത്തുള്ളവർക്കും അവരുടെ വ്യാപാരികൾക്കും അർഹിച്ച അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നാണ് ഈ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനം പന്നിത്തടം സെന്ററിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഭൂവുടമകളെ പണം നൽകാതെ LDF സർക്കാരും AC മൊയ്തീൻ MLAയും വഞ്ചിച്ചുവെന്ന് ഇവർ ആരോപിച്ചു. UDF കടങ്ങോട് മണ്ഡലം ചെയർമാൻ സജീവ് ചാത്തനാത്ത്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി MH നൌഷാദ്, പ്രവാസി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യാവൂട്ടി ചെറുമനങ്ങാട്, യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു ചെറുമനങ്ങാട്, ജസീർ ചെറുമനങ്ങാട്, അക്ഷയ് വെള്ളറക്കാട് എന്നിവർ നേതൃത്വം നൽകി.